അതിരാവിലെ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അതിരാവിലെ 4:10. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ചേച്ചീനെ ഞാൻ കണ്ടോ 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 കണ്ടോ. ഗുഡ് മോർണിംഗ് ചേച്ചി. ചേച്ചി ചേച്ചി ഗുഡ് മോർണിംഗ്. ചേച്ചി ഗുഡ് മോർണിംഗ്. ആ വേണ്ട, അവൻ മൂത്രമൊഴിക്കാനൊക്കെ ആയിട്ട് തയ്യാറായിട്ട് വന്നിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇപ്പോൾ ചേച്ചി മൂത്രമൊക്കെ ഒഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഒന്നാതിരിക്കും. അപ്പോൾ ഇനി ഡാഡ എഴുന്നേറ്റ് വരുന്നവരെ കാത്തിരിക്കും. ഞാൻ കിടക്കണോടത്ത് കയറി കിടക്കണം. നോക്ക് ചേച്ചി, ചേച്ചി നോക്ക്. ചേച്ചി ചേച്ചി കോട്ടുമായിട്ട് ഇങ്ങനെ ചേച്ചി മൂത്രമൊക്കെ ഒഴിച്ച് അപ്പിയൊക്കെ ഇട്ട് സമയം 5:15. ഇങ്ങോട്ടോ അട്ടി. ഇനി കാല് കഴുകലാണ്. കാല് കഴുകാൻ പോവാണ് ഞങ്ങൾ. ആദ്യം ഇത്തിരി വെള്ളം കുടിക്കും. ഇങ്ങോട്ട് പോകാം. ഇനി ഞങ്ങൾ കാല് 5-6 കാലൊക്കെ ഇട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് രാവിലെ തന്നെ ചേച്ചി ഓരോന്നോരോന്നെടുത്ത് കഴിക്കും. വന്നിട്ടുണ്ട്. ഒരു കാലെടുത്തോണ്ട് പോയി. ഇതെൻ്റെ പാത്രമാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ കൈയും കാലൊക്കെ തിന്ന് എൻ്റെ തലവണയും പിടിച്ച് ഇരിക്കുകയാണ്. ഇതാണ് കുറുമ്പ്. ചേച്ചി എൻ്റെ തലവണ എടുത്തൂല. അപ്പോൾ ഇപ്പോൾ സമയം 5:30. ബിസ്ക്കറ്റ് വേണോ നിനക്ക്? തലവണയൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി. അങ്ങനെ തലവണ പിടിച്ച് അങ്ങനെ ഇരിക്കുക. നിനക്ക് ബിസ്ക്കറ്റ് വേണോ? ചേച്ചി ബിസ്ക്കറ്റ് വേണോ നിനക്ക്? വേണോ? എന്നാ ഇതിങ്ങനെ പുട്ടിന് തേങ്ങയുന്ന പോലെ ബിസ്ക്കറ്റ്, പിന്നെ ബ്രെഡ് ബിസ്ക്കറ്റ് കുത്തി പല്ല കുത്തി. ബ്രെഡ് വേണോ നിനക്ക് ചേച്ചി? എന്നാ ബ്രെഡ്. ഇനി ബ്രെഡ്. വയറെന്താ ചാക്കാണോ? അങ്ങനെ ഞാനൊരു കടും ചായ, അങ്ങനെ ഞാൻ പാൽ ചായ കുടിക്കില്ല. കടും ചായയൊക്കെ ഇട്ട് അത് കുടിച്ച് ഇനി ഒന്ന് ഉറങ്ങണം. എപ്പോഴും അവൻ എൻ്റെ തലവണ പിടിച്ച് ഇരിക്കുകയാണ്.
ഇതാണ് ഇവൻ്റെ കുറുമ്പ്. ചേച്ചി ചേച്ചി ഉണ്ടാ, ഈ സാധനമാണ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകലാണ്. സമയം 5:45. ഇപ്പോൾ സമയം 6 മണി. ഇനി ഞാനൊന്ന് ഉറങ്ങും. എൻ്റെ തലവണയുടെ ഒരു പരുവം നോക്ക്. എല്ലാം കടിച്ചു നുറുക്കി ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അപ്പുറത്ത്. ഇനി അവനും കിടന്നുറങ്ങും. ചേച്ചി, എൻ്റെ തലവണ്ണ തായോ തന്നോ? എനിക്ക് തന്നെയൊരു കുറുമ്പോട്ടോ. എനിക്ക് ഉറങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്, ഞങ്ങൾക്ക് ഒരു ഗുഡ് നൈറ്റും തായും. അങ്ങനെ ചേട്ടായി ചേച്ചീനെ കൊഞ്ചിക്കുകയാണ് കേട്ടോ. ഹരുൺ അവൻ്റെ ഒരു ദിവസം എടുക്കുകയാണ്. പിന്നെ ചേച്ചി ഇപ്പോൾ സമയം 9:30, രാവിലെ 9:30. ഞാൻ ഇപ്പോൾ ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടുള്ളൂ. അവനും ഉറങ്ങന്നെയായിരുന്നു. ചേച്ചി പോയി കിടന്നുറങ്ങി. ഇത്ര നേരം അവനും ഉറങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ചേട്ടായിയുടെ റൂമിലേക്ക് വന്നപ്പോൾ അവൻ വീണ്ടും ഇവിടേക്ക് വന്ന് അവൻ്റെ കിടക്കയിൽ കിടക്കുകയാണ്. ചേച്ചി എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. വാരാട്ടാനല്ല പറഞ്ഞേ. ചേച്ചി ഗുഡ് മോർണിംഗ് പറ. രാവിലെ 9:45. അവൻ ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഉച്ച വരെ ഉറങ്ങിക്കൊണ്ടിരിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് സ്ഥലം മാറി മാറി കിടക്കും. സമയം 10:45 AM. ചേച്ചി വീണ്ടും വേറെ സ്ഥലത്ത് പോയി കിടക്കുകയാണ്. ഡാഡ് കിടക്കുന്ന കിടക്കയിൽ കിടക്കുകയാണ്. അരുൺ കൈകൊട്ടി പണിയെടുക്കുകയാണ്. ചായ കുടിക്കടാ. ചേച്ചി അപ്പം ഇന്ന് ഉറങ്ങണില്ലേ? ഡാഡിൻ്റെ കിടക്കുമ്പോൾ കിടക്കുക. എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞേ. മുകളിലേക്ക് ആരോ പോസ്റ്റ്മാൻ പോയപ്പോൾ ഓടി വന്ന് ഇവിടെ വന്നിരിക്കുക. ചേച്ചി ആരാ വന്നേ? ചേച്ചി ആരാ പോയേ? ആരാ പോയത്? ഇത്ര നേരം അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഓടി വന്നു. ഡാഡ് താഴെ വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു 5 മിനിറ്റ് 2 മിനിറ്റ് മുന്നേ ഇങ്ങനെ അലേർട്ടായിട്ടിരിക്കും. അതാണ് അതിൻ്റെ ഇത്. നമുക്കൊന്നും ആ മണത്തിൻ്റെ ശക്തി അറിയില്ലതാ. വന്നു കണ്ട, ഞാൻ പറഞ്ഞു വന്നു. അതെ, നമസ്കാരം അടിച്ചു ഡാഡിന്. ഇനി എന്താ ചെയ്യാൻ പോണേന്ന് നിങ്ങൾ കണ്ടോ. മേലിൽ കയറി ഉമ്മ കൊടുത്ത്, ചുവട്ടിൽ ഉമ്മയൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്തു. ഇനിയിപ്പോൾ അവന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ സമ്മതിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റിന് വേണ്ടി പുറകിൽ നടക്കും. ബിസ്ക്കറ്റോ ബ്രെഡോ എന്തെങ്കിലും. അപ്പോൾ ഒരു ബ്രെഡ് കൊടുത്തിട്ടുണ്ട്. അതും കൊണ്ട് പോയി അവിടെ ഇരുന്ന്. ഞങ്ങൾക്ക് പോട്ട് ബിരിയാണിയാണ്. അപ്പോൾ ഡാഡ് വയറൊക്കെ വെച്ച് ഊണ് കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. അവൻ്റെ തട്ടുകൂടെ വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് അതിലേക്ക് എല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവൻ വന്ന് കഴിക്കും.
ചേച്ചി ചലോ ചലോ. ആ ഇവിടെ ഇരുന്നോട്ടെ, ഡാഡി ഇടുമ്പോൾ കഴിച്ചു. ഓക്കെ. ആ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നോ, അവിടെ ഒന്നുമില്ല അതിൽ. എന്തേ അവിടെ കാക്ക കാക്ക കാക്കയ്ക്കും കാക്കയുടെ കഥ ഞാൻ പിന്നെ ദിവസം എടുക്കാം. ഇതിപ്പോൾ ചേച്ചിയുടെ കഥ. ചേച്ചി വെയിറ്റ് ചെയ്തിരുന്നോ, ഡാഡ് എല്ലിടും കേട്ടോ. അങ്ങനെ ചേച്ചിയുടെ രണ്ടാമത്തെ ശൂശു ശിശി ചെയ്യിക്കാൻ ചേട്ടായിയാണ് കൊണ്ടുപോകണേ. ആദ്യം രാവിലെ ഡാഡ് കൊണ്ടുപോയി, ഇനി ചേട്ടായി. ചേച്ചി അപ്പോൾ സമയം 5:30 PM. സോറി 5:30 4:30 ആയിട്ടുള്ളൂ. 4:30 PM. അങ്ങനെ കാലൊക്കെ കഴുകി ചേട്ടായി കഴിപ്പിച്ചു കൊടുത്തു. പിന്നെ ആൾ റെസ്റ്റ് എടുക്കുക. ഇനി ഒരു ഉറക്കം പാസ്സാക്കുക. ഒരു 6:37 7 o'clock വരെ ഇങ്ങനെ കിടന്നുറങ്ങും. അല്ല ചേച്ചി, ഉറങ്ങാൻ പോവാ നീ? ഇപ്പോൾ ഞാൻ വിശക്കണുണ്ടോയെന്ന് ചോദിച്ചാൽ കണ്ട അങ്ങനത്തെ ഓരോ വേർഡുകൾ അറിയാം. വേഗം ഇരിക്കും. എന്തെങ്കിലും ഒരു ബ്രെഡോ ബിസ്ക്കറ്റോ ഒക്കെ കഴിച്ചിട്ട് പിന്നെ ആൾ ആദ്യം കണ്ണടച്ചിടും. പിന്നെ അവൻ്റെ രാത്രിയിലത്തെ വലിയ ഭക്ഷണം അത് കുരിശൊക്കെ വരച്ചിട്ടാണ് നമ്മൾ കഴിക്കുക. അല്ലേ ചേച്ചി? സമയം 7 PM. അപ്പോൾ നമ്മുടെ ചേച്ചി കിടന്നുറങ്ങും. ഒരു 8 മണി വരെ ഇങ്ങനെ ഉറങ്ങും. ഉറങ്ങിക്കോ. അയ്യോ, ഏത് സമയം ഇത് തന്നെയാണ് പണി, ഉറക്കം. ചേച്ചി പാപ്പം വേണോ നിനക്ക്? ചൂടാക്കട്ടെ മാമ? അപ്പോൾ അവന് പാപ്പം കൊടുക്കാൻ പോകും. ചേച്ചി പാപ്പം തിന്നാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. സമയം 8:10. 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഓക്കെ. അപ്പോൾ ഇനി വലിയ ഉറക്കമൊന്നും ഉണ്ടാവില്ല ഇത് തിന്നു കഴിഞ്ഞാൽ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കോഴിയുടെ സ്കള്ളാണ്, അത് തൊലി പൊളിച്ചത്. പിന്നെ കുറച്ച് 2-3 കാലുണ്ട്. അവിടെ ഇരിക്കി കൊതി കൂട്ടരുത്, കുരിശൊക്കെ വരയ്ക്കണം. മനസ്സിലായല്ലോ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തേ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ക്ഷമിക്ക്. ഇരിക്കുക, അങ്ങോട്ട് നീങ്ങിയിരിക്കും. തൊഴരുത്. കുറച്ചിങ്ങോട്ട് നീങ്ങിയിരിക്കും. കുറച്ചിങ്ങോട്ട്. ഇതൊരു മടിയാണെന്നറിയോ. ഞാൻ വിചാരിച്ചത് കുരിശ് വരയ്ക്കാൻ ഏറ്റവും മടിച്ച് ഞാനാണെന്ന്. പക്ഷേ ചേച്ചിയാണ് ഏറ്റവും മടിച്ച്. മിണ്ടാതെ തന്നെ വരയ്ക്കുള്ളൂ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ, ഇങ്ങോട്ട് നോക്ക്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇടയിൽ ചുമച്ചു. അപ്പോൾ ആദ്യം മിണ്ടരുത്. വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്തുതിതാ കഴിച്ചോ. ഒരു മിനിറ്റ് മമ്മ ഇട്ട് കഴിച്ചു. ഇത്തിരി ചൂടുണ്ട്, ചൂടാക്കിയിട്ടേ കൊടുക്കാറുള്ളൂ. ഇതൊക്കെ അവൻ്റെ പാത്രങ്ങളാണ്. എന്തിയേ ചൂടുണ്ടോ? കഴിച്ചോ, എടുത്ത ഓരോന്ന്. അപ്പുറത്തെ ബിൽഡിങ്ങിൽ കുട്ടികൾ കളിക്കണതിൻ്റെ ശബ്ദം.
ഇത് ഞാൻ പറഞ്ഞല്ലോ 8:10 തുടങ്ങിയത്. ഒരു 5 മിനിറ്റ് 8:15 5 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. ഇത് പ്ലേറ്റ് മുഴുവൻ കാലിയായി. സാധാരണ ചോറ് കൊടുക്കാറുണ്ട്, ഇന്ന് ബിരിയാണി ആയിരുന്നു, ചോറ് ബാക്കി ഇല്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ബ്രെഡാണ് ഞാൻ കൊടുക്കണേ. ബ്രെഡ് വെച്ചോ. മധുരം അവന് മസ്റ്റാണ്, അധികം കൊടുക്കാൻ പാടില്ല. മധുരിക്കണ എന്തെങ്കിലും വേണം ആൾക്ക്. അപ്പോൾ ബ്രെഡ് ഇനി ബിസ്ക്കറ്റ് വേണോ നിനക്ക്? ബിസ്ക്കറ്റും ഭയങ്കര ഇഷ്ടമാണ്. ബിസ്ക്കറ്റ് ഇതൊക്കെ ഇത്രയും വയറിൽ സ്ഥലം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ അതിശയിക്കുന്നത്. ഇനിയിപ്പോൾ അധികം ഉറങ്ങുമൊന്നുമില്ല അവൻ. ഇനിയിപ്പോൾ ഡാഡ് വരും, ഡാഡിനെ വെൽക്കം ചെയ്യും. അത് നിങ്ങൾ കണ്ടതാണല്ലോ നേരത്തെ. അതുപോലെ തന്നെ സെയിം ചെയ്യും. പിന്നെ പിന്നെ രാത്രി എൻ്റെ പാത്രം കഴിയണ വരെയും അവൻ എൻ്റെ കൂടെ തന്നെ നിൽക്കും. കുറച്ച് നേരം കഴിഞ്ഞ് ഡാഡിൻ്റെ ഭാഗത്തൊക്കെ പോയി കിടന്ന് ഉറങ്ങും. പിന്നെ മാറി മാറി കിടക്കും. കുറച്ച് നേരം എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ കുറച്ച് നേരം ഡാഡിൻ്റെ അടുത്ത് കിടക്കും. ചേച്ചി വയറ് നിറഞ്ഞാ ചേച്ചി? സന്തോഷമായ? ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഇതോടുകൂടി ചേച്ചിയുടെ ഒറ്റ ദിവസത്തെ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ സൺഡേ പോയിട്ട് ഞാൻ ഇവൻ്റെ ഇത് വാങ്ങിക്കും. സൺഡേ ആണ് ആൾക്കാർ കൂടുതൽ ചിക്കൻ വാങ്ങിക്കുക. അപ്പോൾ അതിൻ്റെ കാലുകൾ ഇതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് സ്കള്ള് പൊളിച്ച തൊലി മുഴുവൻ കാക്കകൾ വന്ന് കൊണ്ടുപോകും. കാക്കകൾ ഒരു ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 15 കാക്കകളോളം രാവിലെ വന്ന് എൻ്റെ അടുത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു പൂച്ച. പിന്നെ ഇവനെ കൊണ്ടുപോകുമ്പോൾ ഇവനെ ആക്രമിക്കാതിരിക്കാൻ സാധാരണ പട്ടികൾ, നാടോടി പട്ടികൾ ഒക്കെ ഇവരുടെ പുറകിലിങ്ങനെ അകമ്പടി സേവിച്ച് നടക്കും. പട്ടാളക്കാർ പുറകിൽ നടക്കണ പോലെ ഇവൻ്റെ പുറകിൽ. ഇവൻ വലിയ രാജാവാണ്. ചേച്ചി നീ രാജാവാ? ടാറ്റ പറഞ്ഞ എല്ലാവരോടും ടാറ്റാ. ടാറ്റ പറ. ഇവിടെയൊക്കെ ഇനി എനിക്ക് അടിച്ചു വരണം, വൃത്തിയാക്കണം. അപ്പം എല്ലാവരോടും ടാറ്റ പറ ചേച്ചി, പറ. അതൊക്കെ കഴിച്ചു. ടാറ്റ പറഞ്ഞേ. ടാറ്റാ. ഇവിടെ കയറിയിരുന്നേ. ഇത് ഹൃദ്യയാണ്. ഹൃദ്യയ്ക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഡോഗിനെ വളർത്തണമെന്ന്. അപ്പോൾ അവൾ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അവളുടെ ആഗ്രഹം ഞങ്ങൾ നിറവേറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഹൃദ്യ ടാറ്റാ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വിടാ. ടാറ്റാ, ബൈ ബൈ. ടാറ്റ പറഞ്ഞു ചേച്ചി. ടാറ്റാ. ടാറ്റ. അവനങ്ങനെ വാല് കുലുക്കിയിട്ടാണ് ടാറ്റ പറയാം. ടാറ്റാ. മട്ടിയാ. ഞാനൊരു യെല്ലോ കളറും ഗ്രീൻ കളറും പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ശരി എന്നാൽ ഓക്കെ, ബൈ ബൈ.